നമുക്കിന്ന് പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു പയർ കറി ഉണ്ടാക്കാം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പയറുകറി ഉണ്ടാക്കാനായി 8 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയ പയർ നന്നായി കഴുകിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പയറാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. പയർ ശുദ്ധമായ വെള്ളത്തിൽ 3 തവണ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ടും നല്ല സ്വാദ് കിട്ടുന്നതിനായിട്ടുമാണ് നമ്മൾ 8 മണിക്കൂർ മുന്നേ കുതിർത്തിയിരിക്കുന്നത്. ഇതിലോട്ട് 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പയർ വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. 2 വിസിൽ വരുമ്പോഴേക്കും പയർ വെന്ത് കിട്ടും. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് അരമുറി തേങ്ങ ചിരണ്ടിയെടുക്കണം. തേങ്ങ റെഡി. നമുക്ക് 2 വിസിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുക്കർ വാങ്ങി വയ്ക്കാം. നമുക്കിനി തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. പയറിൽ വെള്ളം കറക്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ജാറ് അല്പം വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയതിനു ശേഷം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ പാൻ എടുത്ത് വറവ് ഇടുന്നതിനായിട്ട് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് നെടുകെ കീറിയതും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വറവ് നന്നായി പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് പയർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉടനെ ഇളക്കി യോജിപ്പിക്കുന്നില്ല. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് പയർ കറി പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.